എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാല് എന്താണ് ഇസ്ലാം? ലോകത്തിലെ ഏറ്റവും വർഗീയതയില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം നിങ്ങളോട് പറയുന്നത്. ശ്രീബുദ്ധനെ ആരാധിക്കണമെന്നല്ല പറഞ്ഞത്, ഏതെങ്കിലും മനുഷ്യനെ ആരാധിക്കണമെന്നല്ല, ഏതെങ്കിലും മനുഷ്യന്റെ രൂപത്തിലേക്ക് ഭൂമിയിൽ അവതരിക്കേണ്ടി വന്ന, അവതാരങ്ങളെ ജനിപ്പിക്കേണ്ടി വന്ന ഗതികെട്ട ദൈവത്തെയല്ല നിങ്ങൾ ആരാധിക്കുന്നത്. അവതാരങ്ങളുടെ ആവശ്യമില്ലാത്ത സമ്പൂർണനായ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും വ്യക്തമായ, ഏറ്റവും ശക്തമായ വർഗീയതയില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി ഒരു വിശ്വാസമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംവാദം വെറുതെ യൂട്യൂബിൽ കണ്ടതായി, വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കി. എന്റെ തുടക്കത്തിൽ തന്നെ അത്തീസം അത് പറയുന്ന ആള് ചോദിക്കണമെന്ന് എന്താ അറിയോ? ഏതാണ് ദൈവം? എന്താണ് ദൈവം? അയാൾ എവിടെയാണ്? അയാൾ ആരാണ്? അയാൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് എന്തൊക്കെ അറിയാം? അപ്പൊ അയാൾക്ക് ദൈവത്തെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ ദൈവത്തെ നിഷേധിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ദൈവത്തെ നിഷേധിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലാരിറ്റിയാണ് അള്ളാഹു ആരാണ്. അല്ലാഹു ആരാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. അയാളിങ്ങനെ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അല്ലാഹു മെയിലാണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ ട്രാൻസ്സെക്ഷൻ ആണോ എന്ന് ചോദിക്കാണ്. നിങ്ങളുടെ അള്ളാന്റെ സെക്സ് എന്താണ്? എത്ര ക്ലാരിറ്റിയാണ് സഹോദരങ്ങളെ അള്ളാഹു ആരാണ് എന്നതിനെ പറ്റി. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹോദരങ്ങളെ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരണ്ട്.